നിങ്ങൾ കാണുന്നത് 6 അടി മണ്ണായിരിക്കാം. ഒരു തരി മണ്ണ് പോലും മുകളിലേക്ക് വീഴാതിരിക്കാൻ ചേർത്ത് വെക്കുന്ന സ്ലേവിന്റെ കോൺക്രീറ്റിന്റെ കഷണങ്ങളായിരിക്കാം. പക്ഷേ മനുഷ്യരെ, ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ സാധ്യമല്ലാത്ത വലുപ്പം ആ കബറിനുള്ളിലുണ്ട്. ചിന്തിക്കാനും സ്വപ്നം കാണാനും പറ്റാത്തത്ര സന്തോഷം ആ കബറിലുണ്ട്. മനസ്സുകൊണ്ട് ഊഹിച്ചെടുക്കാൻ പറ്റാത്ത വേദനയും ആ കബറിലുണ്ട്. ഒരു സ്വഹാബിയുടെ ജനാസയുമായി ഖബർ പറമ്പിലേക്ക് ചെല്ലുകയും ആ ഖബർ പറമ്പിലേക്ക് എത്തിയപ്പോ ഖബർ കുഴിച്ച് അവസാനിപ്പിച്ചിട്ടില്ല. ഖബറിന്റെ തൊട്ടടുത്തേക്ക് ആ മയ്യത്ത് വെച്ച് സഹാബാക്കളും റസൂലുള്ളയും നിശബ്ദരായിരുന്നു. ആ സമയത്ത് സഹാബത്ത് പറയുന്നുണ്ട്, ഖബർ കുഴിക്കുന്ന ശബ്ദമല്ലാതെ ഒരില അനങ്ങുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ തലയിൽ പറക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ ഞങ്ങൾ നിശബ്ദരായി കാത്തിരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലുള്ള ഒരു ചുള്ളി കഷ്ണം കമ്പെടുക്കുകയും ഖബറിന്റെ തലഭാഗത്തേക്ക് നോക്കി പതുക്കെ ആ മണ്ണിൽ അങ്ങനെ കുത്തിത്താഴ്ത്താനും തുടങ്ങി. റസൂലുള്ളാന്റെ കൈകൾക്ക് വേഗത കൂടി. കുത്തിത്താഴ്ത്തുന്ന കമ്പുകൾ പൊടിഞ്ഞു പോകാൻ തുടങ്ങി. അവസാനം കണ്ണുനീരുകൾ ഖബറിലേക്ക് കുറ്റി വീഴുമാറ് റസൂലുള്ളാന്റെ താടിരോമങ്ങൾ കണ്ണുനീര് കൊണ്ട് നനഞ്ഞപ്പോ അള്ളാന്റെ റസൂല് കണ്ണ് നിറഞ്ഞ് ആ കലങ്ങിയ കണ്ണോടെ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ശരണം ചോദിക്കണം, അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം. മിൻ അദാബിൽ ഖബർ, ഈ ഖബറിലുള്ള ശിക്ഷയെ തൊട്ട്, ഖബറിൽ അല്ലാഹു ഒരുക്കിയ ശിക്ഷയെ തൊട്ട് നിങ്ങൾക്ക് റബ്ബിനോട് കാവല് ചോദിക്കാൻ പറ്റണം. കാരണം ഏത് ഖബറിനും ഒരു ഇടുക്കമുണ്ടാകും. ഏത് മയ്യത്തിനെയും അല്ലാഹു ഖബറിലൊന്ന് ഭയപ്പെടുത്തും. അത് അല്ലാഹുവിന്റെ പ്രവാചകന് പോലും അനുഭവിക്കേണ്ടി വരും എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അതുകൊണ്ട് ആ മരണത്തിന്റെ വേദന അള്ളാന്റെ റസൂലുള്ള അറിഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ കൺമുൻപിൽ കണ്ടപ്പോ കരഞ്ഞത്. അത് അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനോട് വീണ്ടും പഠിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ ഖബരി ലഗ്തതൻ, തീർച്ചയായും ഖബറിനൊരു ഞെരുക്കമുണ്ട്. ഖബറിന് വല്ലാത്തൊരു പെടച്ചിലുണ്ട്, വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഖബറിന്. വലൗ കാന അഹദുനാജിയൻ, ആ ഖബറിന്റെ ഇടുങ്ങലിൽ നിന്ന് ഏതെങ്കിലും ഒരു ആത്മാവ് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നജാ മിൻഹാ സഅദ് ബിൻ മുആദ്, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്നും എന്റെ സഅദ് രക്ഷപ്പെടുമായിരുന്നു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആര് എന്ന ചോദ്യത്തിന് ചരിത്രം ഉത്തരം പറയുന്നുണ്ട്. ബദറിന്റെ രണാങ്കണത്തിൽ 314 സഹാബത്തിന്റെ കൂടെ അൻസാരികളുടെ നേതാവായി നിന്ന സ്വഹാബി 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെ കണ്ട് എന്ത് ചെയ്യണം എന്ന് അള്ളാന്റെ ഹബീബായ റസൂലുള്ള ആശങ്കപ്പെടുമ്പോ സഅദ് ബിൻ മുആദിന്റെ അരികിൽ ചെന്ന റസൂല് ചോദിച്ചു, സഅദേ, എന്ത് ചെയ്യണം? യുദ്ധത്തിനിറങ്ങിയാൽ കൂടെ നിൽക്കുമോ? അൻസാരികളോടാണ് ചോദ്യം, അവരുടെ നേതാവ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട്. അന്ന് സഅദ് റളിയല്ലാഹു അൻഹു റസൂലിന് കൊടുത്തൊരു മറുപടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, സഅദിന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല കാണാതിരിക്കുകയും സഅദിന്റെ മയ്യത്തിൽ നിന്ന് ബദറിലെ മണലിൽ ആ മയ്യത്ത് കിടക്കുമ്പോ അതിൽ നിന്നും കഴുകന്മാരും അല്ലെങ്കിൽ പക്ഷികളും മാംസം കൊത്തിവലിക്കുന്നത് കണ്ടാൽ മാത്രമേ താങ്കളെ ഞങ്ങൾ വിട്ടേച്ചു പോകൂ. അത് കണ്ടാൽ താങ്കൾ എന്റെ വീട്ടിലേക്ക് ഓടണം. എന്റെ ഭാര്യയും മക്കളും താങ്കളെ സംരക്ഷിച്ചുകൊള്ളും. അത് പറഞ്ഞ സഅദ് ബിൻ മുആദിനെ പറ്റിയ അള്ളാന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയത്, ആ ഖബറിൽ നിന്നും ഒരാളെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ആ ഖബറിന്റെ വൈക്കത്തിൽ നിന്നൊരാളെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നജാ സഅദ് ബിൻ മുആദ്, എന്റെ സഅദ് ബിൻ മുആദ് അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഖബറിലേക്ക് വെക്കുമ്പം പടച്ച റബ്ബൊന്ന് ഖബറിടുക്കി കളയും. ആ ഖബറിന്റെ ഇടുക്കലിൽ അല്ലാഹു തആല ഏതൊരാത്മാവിനെയും അറിയിക്കുന്നത് ഖബർ എത്രമാത്രം ഭയാനകമാണെന്ന് ബോധ്യപ്പെടുത്താനാ. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ അള്ളാഹ് ഖബറിന് ഇളവുകൾ കൊടുക്കും. ചില ആളുകൾക്ക് അല്ലാഹു തആല ഖബറിന് വിശാലത കൊടുക്കും. മറ്റു ചിലർക്ക് അള്ളാഹ് കാലങ്ങളോളം അന്ത്യനാള് സംഭവിക്കുന്നത് വരെ ആ ഖബറിൽ ഇടുങ്ങിയ അവസ്ഥ കൊടുക്കും. സഹാബാക്കളും പണ്ഡിതന്മാരും പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, 2 വാരിയെല്ലുകൾ കോർത്തു പോകുമാറ് ഖബറിൽ അള്ളാനെ കണ്ടുമുട്ടേണ്ട കാലം വരെ അവരാ ഖബറിൽ കിടന്നനുഭവിക്കും. സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആരാണവർ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു, ഒരാൾ മരണപ്പെടുമ്പോ
അല്ലാഹു തആല അദ്ദേഹത്തെ ഖബറിലേക്ക് വെക്കാൻ കൽപ്പിക്കും. ആ മനുഷ്യനെ ഖബറിലേക്ക് വെക്കുകയും എന്നിട്ട് അവന് വേണ്ടി തസ്ബീത്തും തൽക്കീനും ചൊല്ലിയവർ ഖബറിന്റെ അരികിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോ ആ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ കാലടി ശബ്ദം ആ ഖബറാളിയെ പടച്ച റബ്ബ് കേൾപ്പിക്കും. ആ സമയത്ത് അവൻ പേടിക്കും, അവൻ ഒറ്റക്കായെന്ന് തോന്നും, അവൻ സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കും. ഫനസല, ആ സമയത്ത് ആകാശത്ത് നിന്നിറങ്ങി വരും രണ്ട് മലക്കാനി, റബ്ബിന്റെ രണ്ട് മലക്കുകൾ. എന്തിനാ അവരുടെ വരവ്? അള്ളാഹുവിന്റെ ചില ചോദ്യങ്ങൾ ഈ ഖബർ കിടക്കുന്നവനോട് ചോദിക്കാനുണ്ട്. ആ ഖബറിൽ കിടക്കുന്നവനെ തട്ടിയെണീപ്പിക്കും. എന്നിട്ട് അവനോട് ഇരിക്കാൻ പറയും. ഇരുന്ന അവനോട് മുൻകർ നക്കീറുമാറി ചോദിക്കും. ആദ്യം മൻ റബ്ബുക, നിന്റെ റബ്ബാരായിരുന്നു? കേൾക്കുമ്പം എളുപ്പ റബ്ബി അല്ലാ എന്ന് പറയാൻ പറ്റും എന്നൊക്കെയാ ഞാനും നിങ്ങളും വിചാരിച്ചത്. പക്ഷേ ആ ചോദ്യം അള്ളാന്റെ റസൂലുള്ള പഠിപ്പിച്ചു. ആ ചോദ്യം കഠിനമാ, നിങ്ങൾക്ക് പറയാൻ ഉത്തരം കിട്ടൂല. അത് പറയാൻ ഉത്തരം കിട്ടുന്നവർക്കാർക്ക? ശത്രുവിന്റെ മുഖത്ത് നോക്കി കൈകൾ വെട്ടിമാറ്റിയപ്പോഴും റബ്ബി അല്ലാ എന്ന് പറഞ്ഞ ഖബ്ബാബിന് പറ്റും. ചുട്ടുവൈത്ത മണലാരണ്യത്തിൽ മലർത്തി കിടത്തി ചാട്ടവാറുകൊണ്ട് തല്ലിയപ്പോഴും രക്തം പൊടിഞ്ഞ സമയത്ത് ശത്രുവിന്റെ മുഖത്ത് നോക്കി റബ്ബി അല്ലാ എന്ന് പറഞ്ഞ ബിലാൽ ബിൻ റബാഹക്ക് പറ്റും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെത്ര എളുപ്പം പറയാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ദുനിയാവിൽ അള്ളാനെ സ്നേഹിച്ച് റബ്ബിന് വേണ്ടി ജീവിച്ചവർക്ക് റബ്ബി അല്ലാ എന്ന് പറയാൻ പറ്റൂ. ഏതു ദുനിയാവിലെ സങ്കടങ്ങളിലും അവൻ പറഞ്ഞിട്ടുണ്ടാകും, റബ്ബി അല്ലാ, എനിക്കെന്റെ റബ്ബ് മതി, അവൻ എന്നെ കാത്തോളും. അത് പറഞ്ഞവർക്ക് ഈ ഖബറിലും ആ ഉത്തരം പറയാൻ കിട്ടൂ. അല്ലാതെ എനിക്ക് അല്ലാല് വിശ്വാസമുണ്ട്, റബ്ബ് അല്ലാന്നൊക്കെ എനിക്കറിയാം, അത് ചോദിക്കുമ്പോ റബ്ബി അല്ലാന്നങ്ങ് പറഞ്ഞാ പോരെ എന്ന് നമ്മൾ ചിന്തിച്ചാലും ആ ഉത്തരത്തിന് കഴിവ് കിട്ടുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവുമായിട്ടാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്.